കർമ്മ കണക്കുകൾ. കഥ സോഫിയ ഹമീദ്. ശ്യാമളയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് പ്രത്യേക വികാരമൊന്നും തോന്നിയില്ല. അവളാകട്ടെ താൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന തീവ്രമായ ആഗ്രഹത്തിലാണെന്നും തോന്നി. അതെ, ശ്യാമള അങ്ങനെയാണ്. ഇഷ്ടക്കേട് തോന്നിയാൽ അത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കും. അവൾക്ക് പ്രണയം തോന്നുക വളരെ വിരളമാണ്. അവളുടെ സംശയാത്മാവ് ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾക്ക് മറുപടി പറയാതെ ഒതുങ്ങി മാറി നടക്കലാണ് എൻ്റെ പണി. ക്ഷമ കിടുമ്പോൾ ഒരു അട്ടഹാസം കൊണ്ട് അവസാനിപ്പിക്കാനും എനിക്കറിയാം. വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അറിയാതെ പറഞ്ഞുപോയ തൻ്റെ അബദ്ധസഞ്ചാരങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ഈയിടെയായി അവൾ. അവളെ വിവാഹം കഴിക്കുമ്പോൾ നൈജീരിയയിലായിരുന്നു ജോലി. ശ്യാമളയും മകനെയും 1-2 വട്ടം കൊണ്ടുപോയിട്ടുണ്ട്. സഹിക്കാൻ പറ്റാതാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് അയക്കും. അവളുടെ പുതിയ പരാതി ഇപ്പോൾ അതാണ്. അന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ മകനെ അവിടെ എവിടെയെങ്കിലും ഒരു ജോലിയിൽ കയറ്റാമായിരുന്നത്രേ. അവനിപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടും ജോലിക്കൊന്നും പോകാതെ നടക്കുന്നത് എൻ്റെ കുറ്റമാണ്. അതെ, എല്ലാം എൻ്റെ കുറ്റം. കർണകഠോരമായ എൻ്റെ അലർച്ചയ്ക്ക് മാത്രമേ അവളെ തോൽപ്പിക്കാൻ പറ്റൂ. ജീവിതത്തിൽ തനിക്ക് ആരും ഇന്നുവരെ ഒരു പ്രേമലേഖനവും തന്നിട്ടില്ല. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് യാതൊരു സങ്കോചവുമില്ലാതെ കടന്നു കയറിയ കുറെ വാതിലുകൾ. അവരാരും തനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നില്ല. കുറച്ചു നേരത്തേക്ക് മാത്രം തൻ്റെ ശ്വാസഗതി നിയന്ത്രിക്കാൻ വിധിക്കപ്പെട്ടവർ. ആലസ്യത്തിൻ്റെ പുകമറയിൽ നെടുവീർപ്പുകൾ ഉതിർത്തവർ. എല്ലാം അവളോട് തുറന്നു പറഞ്ഞു ആദ്യ രാത്രിയിൽ. അത് തനിക്ക് പറ്റിയ അബദ്ധമായി പോയിന്ന് മകൻ്റെ ജനനശേഷം തിരിച്ചറിഞ്ഞു. എന്തിനും ഏതിനും പഴയ കഥകൾ എടുത്തിട്ട് അവൾ എന്നെ അലക്കാൻ തുടങ്ങും. സംഭ്രമജനകമായ വർത്തമാനം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. മറ്റൊരാളുടെ തിന്മയെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ തിന്മകൾ എണ്ണിപ്പെറുക്കി പറയുന്നത് കേൾക്കാനും എനിക്കിഷ്ടമല്ല. രാജകീയമായ വേഷഭൂഷാദികളും ഭാഗ്യരത്നങ്ങളും സ്വന്തമാക്കാൻ എന്നും കൊതിച്ചിരുന്ന അവൾ തനിക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യം, തല്ലിക്കെടുത്തിയ യൗവനം എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തും. അതിമനോഹരമായ ഓർമ്മകൾ അവൾക്കുണ്ടായിരുന്നില്ല. കാരണം അവൾ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. ദിവ്യപ്രണയം സ്വപ്നം കണ്ടു നടന്ന അവൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവകാരി സുഹൃത്തിൻ്റെ വിവാഹ വാഗ്ദാനം നിഷേധിക്കേണ്ടി വന്നു. അതിലൊട്ട് ദുഃഖമില്ലെന്നും താൻ സ്വപ്നം കണ്ട പുരുഷനെ ഇതുവരെ ഈ ലോകത്ത് കണ്ടുമുട്ടിയിട്ടില്ലെന്നും അവൾ ആവർത്തിച്ചു പറയും. അവളുടെ ഭാവന നെയ്തെടുത്ത നക്ഷത്രൻ വന്നു ചേരാത്തതിൻ്റെ അനിയതമായ അവബാധ അവളെ മുഴുഭ്രാന്തിയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓരോ പ്രഭാതത്തിലും അവൾ ഉണർന്നെഴുന്നേൽക്കുന്നത് എൻ്റെ കുറ്റം കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയോടെയാണ്. ഇടയ്ക്ക് നഷ്ടബോധം നീണ്ടിയ പിറുപിറുക്കലുകൾ. ഞാൻ അവളെ മനസ്സിലാക്കാൻ പലവരും ശ്രമിച്ചു. എൻ്റെ തെറ്റുകൾ കുഴി തോണ്ടിയെടുത്ത് മകൻ കേൾക്കാതെ എന്നെ കുറ്റപ്പെടുത്തും. എല്ലാറ്റിനും കുറെ ന്യായീകരണങ്ങളും കണ്ടെത്തും. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാതിരുന്നത് അടുക്കളക്കാരി പെണ്ണ് കൂടെ വരാത്തത് കൊണ്ടല്ലേ? ഞാൻ ഉറക്കെ പ്രതികരിക്കും. ജോലിക്കാരി പെണ്ണ് ചിരിച്ചു കുഴയും. മകൻ റൂമിന് പുറത്തു വന്ന് എത്തി നോക്കി അകത്തേക്ക് പോകും. പിന്നെ അതും എൻ്റെ പിടലിക്കാകും. ഞാൻ നിങ്ങളോട് സ്വകാര്യം പറഞ്ഞ കാര്യമല്ലേ, നിങ്ങൾ എന്തിനാണ് അത് ഉറക്കെ പറഞ്ഞ് ബഹളം വെച്ചത്? വെറുക്കപ്പെടേണ്ട ഭൂതത്തെ പോലെ ഞാൻ അവളെ നോക്കും. അവളുടെ വിവേകശൂന്യമായ പെരുമാറ്റത്തെ മറക്കാനെന്ന പോലെ അന്ന് രാത്രി അവൾ എന്നെ ചേർത്ത് പിടിച്ച് അതിഗംഭീരമായ പ്രണയ സംഗീതമൊരുക്കും. ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കി പാതിരാത്രിയിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ കുറ്റബോധം നിറയും. അവൾ പാവമാണ്, ധർമാധർമ്മ വിവേകമുള്ളവളാണ്. അവളുടെ നശിച്ച ദിവ്യപ്രേമ ചിന്ത അതാണ് എല്ലാം നശിപ്പിച്ചത്. നൈജീരിയയിൽ നിന്നും വന്ന ശേഷം തുടങ്ങിയ കടയുടെ അടുത്ത് താമസിക്കുന്ന പെൺകുട്ടിയുമായി പരിചയപ്പെട്ടു. അവൾ ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കും, കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം കരഞ്ഞു വിളിച്ചു, എനിക്കിവിടെ നിൽക്കാൻ വയ്യ ചേട്ടാ, എന്നെ അമ്മയും ചേച്ചി തല്ലിക്കൊല്ലുന്നു. ചെന്നു
പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു സുഹൃത്തിൻ്റെ വീട് പെട്ട വിലയ്ക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ശ്യാമള അറിഞ്ഞെന്ന് തോന്നുന്നു. ഈയിടെയായി അവളൊന്നും ചോദിക്കാതായി, പറയാതായി. തനിക്ക് ആകെയുള്ള കൂട്ടുകാരൻ സിദ്ധു എന്ന് വിളിക്കുന്ന സിദ്ദീഖാണ്. അവനോട് വിവരം പറഞ്ഞു. അവൻ ചോദിച്ചു, നിനക്ക് ഞങ്ങളുടെ ദീനിൽ ചേരാമോ? ഒരു പ്രശ്നവുമില്ല, ഒന്നല്ല 4 ഘട്ടം. ഇതിനിടയിൽ മറ്റൊരു നാണക്കേടും ഉണ്ടായി. ബന്ധത്തിൽപ്പെട്ട ഒരു ചെറിയച്ഛൻ്റെ മകൾ ഷാരിയുടെ ഭർത്താവ് അവളെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോയി. അവൾ പുതിയൊരു ഭർത്താവിനെ തിരയുകയാണെന്ന് പറഞ്ഞത് ശ്യാമളയാണ്. അന്നു മുതൽ ഷാരിയുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് താൻ അവിടെ പോകും. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. അതിനും പരാതിയായി ശ്യാമള. ഓ, പണ്ട് ഞാനെങ്ങാനും അവിടെ പോയാൽ ചീത്ത പറയുന്ന ആളാ. ഇപ്പൊ അവിടെ നിന്ന് എണീക്കാതായി. ഞാൻ അവളെ തറപ്പിച്ചു നോക്കും. വല്ലവർക്കും ഒരു സഹായം ചെയ്യുന്നത് തെറ്റാണോ? ഒരു ദിവസം ഷാരിയുടെ മകൻ പതിവില്ലാതെ ചോദിച്ചു, അമ്മാവിന് വേറെ പണിയൊന്നുമില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചിന്തിച്ചു, ഈ ലോകം ശരിയല്ല. പ്രകൃതിയുടെ വികൃതികളെ സഹിച്ച് ജീവിച്ച് പ്രകൃതി തരുന്ന സമ്മാനത്തിന് കാത്തിരിക്കുന്ന മനുഷ്യർ. സ്വർഗീയ വിരുന്നിനു വേണ്ടിയല്ല, നമ്മുടെ മനസ്സമാധാനമാണ് വലുത്. അതിന് ലോകത്തുള്ളവർ സമ്മതിക്കില്ല. അവർ മദ്യക്കുപ്പികൾ തല്ലിയുടയ്ക്കും, ലഹരിഡിപ്പികൾ തച്ചുടയ്ക്കും. സംശയം, എല്ലാവർക്കും സംശയം. കയറി ചെന്നപ്പോൾ ശ്യാമളയ്ക്കും സംശയം. സംശയമേ നിന്റെ പേരോ കുടുംബം. മകൻ സുഹൃത്തു വഴി സംഘടിപ്പിച്ച വിസയുമായി ഗൾഫിലേക്ക് പോയി. ശ്യാമള ഒറ്റപ്പെട്ടു. തനിക്ക് എത്രമാത്രം വേദന താങ്ങാൻ കഴിയുമെന്ന ഭാവം ഉൾക്കൊണ്ട് അവൾ ഭർത്താവിൻ്റെ കൊടിയ പാപം തേടി നടന്നു. എനിക്ക് അവളോടുള്ള വെറുപ്പ് സഹിക്കാൻ പറ്റാതായി. കടയുടെ അടുത്തുള്ള പെൺകുട്ടി പുതുതായി വാങ്ങിക്കൊടുത്ത വീട്ടിലൊന്നും സംതൃപ്തയല്ല. അവളുടെ ആഗ്രഹങ്ങൾക്ക് ശ്യാമളയുടേതുപോലെ തന്നെ അതിരുകളില്ല. അതിരുകളില്ലാത്ത സ്നേഹം തേടി നടന്ന ഞാൻ അശക്തനായി. എനിക്ക് മുഖാവരണങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു ലോകത്തേക്ക് യാത്രയാകണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത്. ശ്യാമള എതിർക്കുമെന്ന് തോന്നി. അവൾ കൂടുതൽ പ്രസരിപ്പോടെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ യാത്ര നല്ലതാണ്, മനസ്സൊന്ന് തണുക്കും. എനിക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി. ശ്യാമള എപ്പോഴത്തേക്കാളും സുന്ദരമായി മന്ദഹസിച്ചു. എന്നിട്ട് മെല്ലെ എൻ്റെ കാതിൽ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ പ്രസംഗമുണ്ട് ഇന്ന് ടൗൺ ഹാളിൽ. അതിന് ഞാൻ ചോദിച്ചു, അത് കേൾക്കാൻ പോകണം വൈകിട്ട്. കേട്ടിട്ട് അവൾ ഇറങ്ങി വരുമ്പോൾ 2 കവിളത്തും ആഞ്ഞടിക്കണം. എന്തിന്? ഞാൻ ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ എങ്ങോ നോക്കി പറഞ്ഞു, അവളാണ് ദിവ്യ പ്രണയം എന്നിൽ അടിച്ചേൽപ്പിച്ചത്. അപ്രതീക്ഷിത വേഗത്തിൽ അവൾ അടുക്കളയിലേക്ക് കയറി തൻ്റെ ശത്രുവിനെ വെട്ടിയ സന്തോഷത്തിൽ കറിക്കരിഞ്ഞു. അലംഘനീയമായ വിധിവൈപരീത്യം എന്നെയും അവളെയും വേർപിരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെനിക്ക് തോന്നി. ഇനി അത് തുന്നിച്ചേർക്കാനാവില്ല. ശ്വാസമടക്കി പിടിച്ച് ഞാൻ നടന്നു. റെയിൽവേ സ്റ്റേഷൻ വീടിൻ്റെ അടുത്തായിട്ടും അത് ഏറെ അകലെയാണെന്ന് തോന്നി. സ്റ്റേഷനിലെത്തി എങ്ങോട്ട് ടിക്കറ്റ് എടുക്കണം എന്നാലോചിച്ച് നിൽക്കുമ്പോൾ കടയുടെ അടുത്തുള്ള പെൺകുട്ടി അടുത്തേക്ക് വരുന്നു. നീ എന്താ ഇവിടെ? ഞാനും ചേട്ടൻ്റെ കൂടെ വരുന്നു. ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ്റെ കൂടെ പോകാൻ. കേട്ട ഉടനെ ഞാൻ ഇറങ്ങി കൂടെ വരാൻ. ഞാൻ ശക്തമായി അവളുടെ കരണത്തടിച്ചു. എന്നിട്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി, എനിക്ക് എൻ്റെ ഭാര്യയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ നിന്നെ മറ്റും. ഒന്ന് നിർത്തി വീണ്ടും അലറി, എനിക്ക് ഭ്രാന്താണ്. എൻ്റെ ഭാര്യയ്ക്കും. അത് സഹിക്കവയ്യാതെ ഞങ്ങളുടെ മകൻ ഗൾഫിലേക്ക് പോയി. നിനക്കറിയോ, പ്രീ ഡിഗ്രിക്ക് പരീക്ഷാ ഹാളിൽ നിന്നും ഉടുമുണ്ട് വലിച്ചെറിഞ്ഞ് അടുത്തുള്ള റബ്ബർ എസ്റ്റേറ്റിലേക്ക് പാഞ്ഞവനാണ് ഞാൻ. കോളേജ് അധികൃതരും മറ്റും ചേർന്ന് അച്ഛനെ വിളിച്ച് മനോരോഗ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു ഷോക്ക് അടിപ്പിക്കണം, ഇല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ മുഴുഭ്രാന്താകും.
മനോരോഗ വിദഗ്ധന്റെ കണ്ണ് വെട്ടിച്ച് അച്ഛൻ മകനെ ഷോക്കടിപ്പിക്കാതെ പുതിയ കോളേജിലേക്കാക്കി. അവിടെ കിട്ടിയ കൂട്ടുകാർ, എന്നെ പോലെ തന്നെ മനസ്സ് കലങ്ങിയവർ. ഞങ്ങൾ ഉപയോഗിക്കാത്ത മരുന്നുകളില്ല, ലഹരികളില്ല. ഞാൻ ഉറക്കെ ചിരിച്ചു. ഈ മുഴുഭ്രാന്തന്റെ കൂടെ വരണോ നിനക്ക്? ആരെല്ലാമോ ചുറ്റിലും കൂടിയിട്ടുണ്ട്. പെൺകുട്ടി കൂട്ടത്തിലില്ല. 2-3 ആളുകൾ പിടിച്ച് ഒരു ബെഞ്ചിലിരുത്തി. ശ്വാസം നിയന്ത്രിക്കാൻ ഞാൻ പാടുപെട്ടു. പെട്ടെന്ന് എൻ്റെ മൊബൈൽ ശബ്ദിച്ചു. ശ്യാമളയാണ്. ചേട്ടാ, വരുമ്പോൾ എനിക്ക് ഒരു പേൾമാല വാങ്ങാൻ മറക്കരുതേ. ഞാൻ പൊട്ടിക്കരഞ്ഞ് ദീർഘനിശ്വാസത്തോട് ചോദിച്ചു. നീ എൻ്റെ കൂടെ വരുമോ മോളെ? പ്ലീസ്, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ഞാൻ ആരെയും ശ്രദ്ധിക്കാതെ എഴുന്നേറ്റോടി വീട്ടിലേക്ക് പാഞ്ഞു. ശ്യാമളയെ പൂമുഖത്തൊന്നും കണ്ടില്ല. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്തേക്ക് കടന്നു. അവൾ കുളിക്കാനുള്ള വേഷത്തിൽ കൂട്ടുകാരിയുമായി സംസാരിക്കുകയാണ്. ടൗൺ ഹാളിൽ ചെല്ലാത്തതിൻ്റെ കാരണം നിരത്തുകയാണ്. ഞാൻ റൂമിൽ കയറി കട്ടിലിൽ കിടന്നു. പെട്ടെന്ന് അവളുടെ മൊബൈൽ ഫോൺ കട്ടിലിലേക്ക് വന്നു വീണു. അവൾ കൂട്ടുകാരിയുമായി തെറ്റിയ മട്ടാണ്. എന്തൊക്കെയോ ബാത്റൂമിൽ നിന്ന് പുലമ്പുന്നുണ്ട്. ശ്യാമളയോട് എന്തു പറഞ്ഞ് ഇഷ്ടമാകണമെന്നോർത്ത് കിടക്കുമ്പോഴാണ് അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. മകനായിരിക്കുമെന്ന് കരുതി ഞാൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. അവളുടെ കൂട്ടുകാരിയാണ്. അവൾ ശ്യാമളയാണെന്ന് കരുതി എന്നോട് സംസാരിച്ചു. നീ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. ടൗൺ ഹാളിൽ വരില്ലെന്നും അറിയാം. ഏതായാലും നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാതെ ടൗൺ ഹാളിലേക്ക് ഞാനില്ല. ദേ, ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കവിതയുണ്ട്. നീ പണ്ട് കോളേജ് മാഗസിനിൽ എഴുതിയ കവിത. മരിച്ച സ്വപ്നങ്ങൾ പുനർജനിക്കുമോ? മരിക്കാത്ത മോഹങ്ങൾ പൂവണിയുമോ? നിനക്കാതെ കിട്ടിയ പൊന്നൂഞ്ഞാലിൽ നിലയ്ക്കാതെയാടുവാൻ എനിക്കാകുമോ? ഒത്തിരി ഒത്തിരി ഇലകളുള്ള ഒരു വലിയ പേരാലിന്മേ ഇത്തിരി കൊമ്പിൽ ഒരു ഞാലു കെട്ടി ഈ യുഗം മുഴുവനാടാൻ കൊതിക്കുന്ന ഹൃദയവും കൊണ്ടു ഞാൻ ഇവിടെ ചെന്നാലും ഹൃദയസ്പന്ദനം നിലച്ചു പോകുമാറുള്ള ശബ്ദം മാത്രമേ കേൾക്കുമാറുള്ളൂ. ശനി എന്നോർത്തു ഞാൻ സമാധാനിക്കാം. പക്ഷേ വിടില്ല കാലം, പിന്നെയും പാഞ്ഞു വരുന്നു പുതിയ പൂമരക്കൊമ്പുമാ. കെട്ടു ഞാൻ എന്നോട് മന്ത്രിക്കുമ്പോൾ കെട്ടില്ല എന്നെ ഞാൻ പറയും. കെട്ടിയാൽ തന്നെ അഴിയില്ല എന്നാരു കണ്ടു? ഒന്നിലും നനയ്ക്കാത്ത മനസ്സുമായി ഒരോർമ്മയുമില്ലാത്ത കാലവുമായി നിൽക്കവേ ഞാൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന രൂപങ്ങളെ നോക്കി നെടുവീർപ്പിടുന്നു, വേദനിക്കുന്നു. നിലയില്ലാ കയങ്ങളിൽ മുങ്ങിത്താടുന്നു. ഉയരുമോ ഞാൻ വീണ്ടും ഇനി ഉണരുന്ന കിനാവിൻ പൊന്നൂഞ്ഞാലിൽ? പുതുമഴ പെയ്യുമോ? പൂമരം തളിർക്കുമോ? പൂത്ത മോഹങ്ങൾ പാറിപ്പറക്കുമോ? ഒത്തിരി സ്വപ്നത്തിൻ കൊമ്പിൽ ഞാൻ എൻ്റെ ഇത്തിരി മോഹത്തിനൂഞ്ഞാലുമുറക്കെട്ടി അഴിയാതിരിക്കട്ടെ, പൊട്ടാതിരിക്കട്ടെ, കാലമാം വൃക്ഷം കാത്തുരക്ഷിക്കട്ടെ.
കർമ്മക്കണക്കുകൾ പെറുക്കിയെടുത്തു ഞാൻ അഗ്രകൽപ്പിത വിധി മായ്ച്ചിടട്ടെ. പൊട്ടാതിരിക്കട്ടെ, അഴിയാതിരിക്കട്ടെ, കാലമാം വൃക്ഷം കാത്തുരക്ഷിക്കട്ടെ. ശ്യാമള എൻ്റെ അടുത്ത് വന്ന് കിടന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. പ്രണയവും സംശയവും ഒരിക്കലും മിണ്ടാട്ടത്തിൻ്റെ അവസ്ഥയിലായിരുന്നില്ല. ഖലീൽ ജിബ്രാൻ്റേതെന്ന് തോന്നുന്ന വരികൾ.